ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ആകട്ടെ. തന്നെത്താൻ ഷണ്ടനാക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ അപ്പനും അമ്മയും ചാർച്ചക്കാരും ബന്ധുക്കാരും ഒക്കെ പാരമ്പര്യ മതത്തിൽ നിൽക്കുമ്പോൾ ദൈവവിളി കേട്ട് തന്നെത്താൻ സമർപ്പിക്കുകയും അത് നിമിത്തം പള്ളി ഭ്രഷ്ടർ ആക്കപ്പെടുകയും ചെയ്തവർ. അങ്ങനെയുള്ളവരെയാണ് ഈ തന്നെത്താൻ ഷണ്ടരാക്കപ്പെട്ടവർ എന്ന് വിളിക്കുന്നത്. ക്രിസ്തുവിനെ വചനത്തെ പ്രതി പുറത്താക്കപ്പെട്ട അനുഭവം നല്ലൊരു ശതമാനം വിശ്വാസികൾക്കും യഥാർത്ഥത്തിൽ പുറത്താക്കപ്പെട്ടവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ പ്രതിയാണെങ്കിൽ നമ്മളൊന്ന് നോക്കിയാൽ കള്ളു കുടിക്കുകയും ചീട്ട് കളിക്കുകയും വാറ്റി കുടിക്കുകയും വ്യഭിചരിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് പരമ്പരാഗത സഭകളിൽ ഇരിക്കുന്നതിന് അവർക്കൊരു കുഴപ്പമില്ല. എന്നാൽ ദൈവവചനം കേട്ട് ദൈവവിളി കേട്ട് ഇതെല്ലാം ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് പുറത്തിറങ്ങിയ ഒരുവനെ പരമ്പരാഗത പള്ളിക്കാർക്ക് വേണ്ടതാനും. ആലോചിച്ച് നോക്കി, അതിനകത്തൊരു വിരോധാഭാസം ഇല്ലെന്ന്. വീട്ടിൽ വാറ്റി കുടിക്കുന്നവർക്കും പരമ്പരാഗത പള്ളിക്കാർക്ക് വിഷയമില്ല. കള്ള് കുടിക്കുന്നവനും വീടി വലിക്കുന്നവനും കഞ്ചാവ് വലിക്കുന്നവനും ചീർട്ട് വലിക്കുന്നവനും കൊലപാതകിയും പിടിച്ചുപറിയും മോഷണക്കാരനും പിള്ളേരെ പീഡിപ്പിക്കുന്നവനും ഒന്നും പ്രശ്നമില്ല. അവർക്കൊക്കെ അവിടെ ഇരിക്കാം. പക്ഷെ വചനം കേട്ട് മാനസാന്തരപ്പെട്ടാൽ കർത്താവിന് വേണ്ടി ഇറങ്ങാൻ തീരുമാനിച്ചാൽ പിന്നെ അവനെ ഇരുത്തുകയില്ല. എനിക്കറിയാവുന്ന ഒരു പരമ്പരാഗത സഭക്കാരുടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ആ ഓഡിറ്റോറിയം അവർ ദൈവവചനം എടുത്ത വിശ്വാസികൾക്ക് മാത്രം കൊടുക്കത്തില്ല, ബാക്കി നാട്ടിലുള്ള സകല മതക്കാർക്കും കൊടുക്കും. ഹിന്ദുക്കൾക്കും കൊടുക്കും, മുസ്ലിങ്ങൾക്കും കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. എന്നുവെച്ചാൽ അവർക്കറിയാം ഇതിനകത്ത് യഥാർത്ഥത്തിൽ ദൈവവുമായിട്ട് ബന്ധമുള്ളവനെ അകറ്റി നിർത്തിയാലേ നാളെ ഒരു കാലത്ത് തങ്ങൾക്ക് ശിക്ഷാവിധിക്ക് ഇത് കാരണമാകുള്ളൂ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അവരങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ളവരെക്കുറിച്ചൊക്കെ ഇങ്ങനെയുള്ള കാര്യമൊക്കെ സംഭവിക്കുമെന്ന് കർത്താവ് 2000 പരം വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു മനസ്സമാധാനമുള്ളത്. അല്ലെങ്കിൽ എന്നാന്ന് ചോദിച്ചാൽ ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ പല രീതിയിൽ ഞെരുങ്ങുമ്പോൾ നമ്മൾ പക്ഷേ ടെൻഷൻ അടിച്ചു പോയനെ. കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ്. നിങ്ങൾ ഇടറിപ്പോകാതിരിക്കേണ്ടതിനാണ് ഞാനിതെല്ലാം നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഇടറിപ്പോകാതിരിക്കേണ്ടതിനാണ് ഞാനിതെല്ലാം നിങ്ങളോട് പറയുന്നത്. അവർ നിങ്ങളെ പള്ളികളിൽ നിന്ന് പുറത്താക്കും. നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിനൊരു വഴിപാട് കഴിക്കുകയാണെന്ന് കരുതുന്ന കാലം വരും. അന്ന് തന്നെ പറഞ്ഞിരുന്നു പള്ളികളിൽ നിന്ന് പുറത്താക്കുമെന്ന്. ഇന്നും അത് തന്നെ നടക്കുന്നേ. ഇന്നും അത് തന്നെ നടക്കും, പള്ളികളിൽ നിന്ന് പുറത്താക്കും. ഇനി പള്ളി എന്ന് പറയുമ്പോൾ ചുമ്മാ പരമ്പരാഗത പള്ളിക്കാരെ മാത്രം ചിന്തിക്കേണ്ട കേട്ടോ. ഇവിടുത്തെ ബന്ധുക്കോസുകാരൻ ഇതൊക്കെ തന്നെ ചെയ്യുന്നത്. ന്യൂജൻ സഭക്കാരൻ പറയുന്ന ഞാൻ എന്ന രാജാവ് പറയുന്നിടത്ത് കേൾക്കാതിരിക്കാൻ മേലാത്തവനെല്ലാം വെളി പോടാ. വേണേ ഒരു പാട്ടും പാടും, പോണാൽ പോകട്ടും പോടാ. അങ്ങനെ പോണാൽ പോകട്ടും പോടാ എന്ന് പറഞ്ഞ് പാടിയ ഒരാളെ എനിക്കറിയായിരുന്നു. അവസാനം അയാൾ കാലെ കയ്യെ പിടിച്ച് നിർത്തിയായിരുന്നു, പോകരുതേ 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 എന്നും പറഞ്ഞ്. എന്നാൽ ദൈവം ഒന്ന് ചിന്തിക്കുന്നു, ശുശ്രൂഷകം വേറൊന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് പോയി കഴിയുമ്പോഴാണ് ഈ പോണാൽ പോകട്ടും പോടാന്ന് പറയുന്നത്. അങ്ങനെയൊന്നും പറയാനുള്ള വ്യവസ്ഥകളും അവസ്ഥകളും ഇതിനകത്തില്ല. യേശു എന്നാ പറഞ്ഞേ? പിതാവേ, ഞാൻ അങ്ങയുടെ ഇഷ്ടം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. പിതാവേ, ഇതാ ഞാൻ നിൻ്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു എന്ന് യേശു പറഞ്ഞു. എന്നാൽ ഇന്നുള്ളവരിൽ നല്ലൊരു ശതമാനവും അവരുടെ സ്വന്തം ഇഷ്ടം ചെയ്യുന്നതാ വ്യത്യാസം. ഞാൻ പറയും, നീ കേട്ടോണം, ഞാനാണോ എൻ്റേതാണ്, ആധാരം എൻ്റേതാണ്, കീതാരം എൻ്റേതാണ്, ഞാനാ ഇത് പണിയിച്ചത്, ഞാൻ പറയുന്നിടത്തിരുന്നോണം. സംഘടനകളിലാണെങ്കിൽ ഓരോരുത്തന്മാർ നടപടിയാണ് അവന്മാരുടെ ആയുധം. നടപടി എടുക്കും. എനിക്കറിയാവുന്ന ഒരു സ്ഥലത്ത് 10 രൂപ എണ്ണത്തിനെ പുറത്താക്കി. ഒരുത്തൻ വന്നിരുന്ന്, ഒരു ഏകാധിപതി വന്നിരുന്ന് 10-20 എണ്ണത്തിനെ പുറത്താക്കി. നടപടി എടുക്കുന്ന ഒരുത്തനെ കൊണ്ടുവരാൻ ഈ ഏകാധിപതിയെ കൊണ്ട് പറ്റിയില്ല. 10 എണ്ണത്തിനെ പുറത്താക്കി. ഇതാണ് ഏകാധിപതികളുടെ പ്രത്യേകത. ഇനി കർത്താവ് പറഞ്ഞു, ഇതാ ഞാൻ അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നു. ഇവന്മാർ പറയുന്നത് ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങൾ ചെയ്യും. ഇങ്ങനെയുള്ള ഏകാധിപതികൾ ദൈവസഭയ്ക്ക് ശാപമാതുകൾ. ഇനി 1 പത്രോസ് 2:21 വായിക്കാം. 1 പത്രോസ് 2:21.
ഇതിനായിട്ടാണല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി പീഡനം സഹിക്കുകയും നിങ്ങൾ അവിടുത്തെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി പീഡനം സഹിക്കുകയും നിങ്ങൾ അവിടുത്തെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. കർത്താവ് മാതൃക വച്ചിരിക്കുക. കർത്താവ് തന്നിരിക്കുന്ന മാതൃകയെ, കാൽച്ചുവടിനെ പിന്തുടരുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അല്ലാതെ നടപടിയെടുത്തുള്ളതിനെ പുറത്താക്കാനല്ല. ഒരെണ്ണത്തിനെ കൊണ്ടുവരണമെങ്കിലുള്ള പാട അറിയാമെങ്കിൽ ഒരെണ്ണത്തിനെ പുറത്താക്കാൻ വേണ്ടി നിൽക്കുകയില്ല. ഇത് ആറ്റാരോ പണിയെടുത്ത് കൊണ്ടുവന്നതിനെ പുറത്താക്കി രസിക്കുന്ന റാഗിങ് വീര എന്ന് തന്നെ വിളിക്കണം. അവനൊക്കെ അങ്ങ് രസിക്കുക, ആളുകളെ പുറത്താക്കി നടപടിയെടുത്ത്. അങ്ങനെയുള്ളവനെയൊക്കെ ദൈവം തന്നെ കൈകാര്യം ചെയ്യട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് വേണ്ടി കർത്താവ് കഷ്ടം ചുമന്നതുകൊണ്ട് ഞാൻ അവൻ്റെ ജയം പിന്തുടരണം. അങ്ങനെയാണ് ദൈവവചനം പറയുന്നത്. കർത്താവ് എനിക്ക് വേണ്ടി കഷ്ടം ചുമന്നതുകൊണ്ട് കർത്താവ് പ്രാപിച്ച ജയത്തെ ഞാൻ പിന്തുടരണം. കർത്താവിൻ്റെ ജയമാണ് ഞാൻ പിന്തുടരേണ്ടത്. കർത്താവ് ജയം പിന്തുടരുന്ന മാതൃകകളെ ഞാൻ പിന്തുടരേണ്ടത്. കർത്താവ് കഷ്ടമെടുത്തു, എനിക്ക് സുഖം, സൗഖ്യം, വിടുതൽ, സമൃദ്ധിയൊക്കെ കർത്താവ് തന്നു. എനിക്കറിയാൻ മേലാത്ത കാലത്ത് ഞാൻ കള്ളന്മാരെ തീറ്റിപ്പോറ്റാൻ പോയതാണ് എൻ്റെ പരാജയം. അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യല. കള്ളന്മാർ പിന്നെയും പുറകെ വരും, മോനെ, കുട്ട, കൊച്ച എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്കറിയാൻ മേലാത്ത കാലത്ത് കള്ളന്മാരെ തീറ്റിപ്പോറ്റാൻ വേണ്ടി നമ്മൾ പോയാൽ അത് നമ്മുടെ ജീവിതത്തിലെ നാശത്തിന് കാരണമാകും. ആ നാശമാണ് ഇന്ന് കേരളത്തിലെ നല്ലൊരു ശതമാനം വിശ്വാസികൾ, പ്രത്യേകിച്ച് ഈ ന്യൂജനി കിടക്കുന്ന കുറേ അധികം ആളുകൾ അനുഭവിക്കുന്നത്. ആദ്യ സ്നേഹത്തിൽ ഇതുങ്ങളെ കളിപ്പിക്കും, ഊരിയെറിയടാന്ന് പറയും, അരഞ്ഞാണം വരെ ഊരിയെറിയും. ആദ്യ സ്നേഹമാണ്. അതുകൊണ്ട് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലുള്ള കുറേ കള്ളന്മാർ ജീവിക്കുന്നുണ്ട് ഊരിയെറിച്ചിട്ട്. കോട്ടയത്തും ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയാൻ പറ്റിയല്ല. എറണാകുളം ജില്ലയിലും ഉണ്ട്, കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. കള്ളന്മാർക്ക് ഇപ്പം ജില്ലയെന്ന് വല്ലതും ഉണ്ടോ? ഊരി എറിയിപ്പിക്കുന്ന കള്ളന്മാർ. മോതിരം ഊരാൻ പറഞ്ഞ് അരഞ്ഞാനം വരെ പെണ്ണുങ്ങൾ വലിച്ചു പുറത്തെറിയും. ആ പരുവത്തിലേക്ക് കള്ളന്മാർ. ഇതൊന്നും കർത്താവിൻ്റെ പദ്ധതിയൊന്നുമില്ല. കർത്താവ് ഒരിടത്തും ഊരിയെറിയിടാന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് സുഖവും സൗഖ്യവും സമൃദ്ധിയും വിടുതലും എനിക്കെന്നല്ല വിശ്വാസിക്ക് തരാൻ വേണ്ടി ആ കർത്താവ് കാൽവരി കുരിശിയോ വന്നത്. ഒരു വചനം കൂടെ വായിക്കാം. കൊറിന്ത്യർ ലേഖനം 1 കൊറിന്ത്യർ 15:57 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖേന നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. കർത്താവ് ജയം തന്നു. വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ കഷ്ടത തന്നെ തോളയിലിരുന്നോട്ടെ. കർത്താവിന് പരാതിയില്ല. ഇപ്പം എനിക്ക് കഷ്ടത മതിയെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നാ ചെയ്യും? ചില വളരാതെ കിടക്കുന്ന സഭകൾ, അതായത് ഈ കുറേ കാലം കൊണ്ട് 5ഉം 10ഉം അല്ലെ 10ഉം 15ഉം വിശ്വാസികളുമായിട്ട് ഇരിക്കുക. കാരണം പണിയെടുത്തിട്ട് എന്ത് ചെയ്താൽ, അല്ലെങ്കിൽ പണിയെടുക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. ഇത് വളരുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇവർ സഭാവിശ്വാസികളോട് പറഞ്ഞ് ആശ്വാസം കൊടുക്കുന്നൊരു കാര്യമുണ്ട്: ചെറിയ അജഗണമേ ഭയപ്പെടണ്ട, നിങ്ങൾക്ക് രാജ്യം നൽകാൻ കർത്താവ് പ്രസാദിച്ചിരിക്കുന്നു. ഇവനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവൻ തന്നെ കണ്ടുപിടിച്ചേക്കുന്ന ഒരു ന്യായമാണ്: ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം നൽകാൻ കർത്താവ് പ്രസാദിച്ചിരിക്കുന്നു. പക്ഷേ കർത്താവ് ഉദ്ദേശിച്ച കാര്യമേ അതല്ല. കർത്താവ് പറഞ്ഞത് ഈ ലോക ജനസംഖ്യ കോടാനുകോടിക്കകത്ത് വളരെ ചെറിയൊരു കൂട്ടത്തിനെ ഇതിൻ്റെ സത്യം മനസ്സിലാവുന്നുള്ളൂ. അതിനകത്ത് തന്നെ വളരെ ചെറിയൊരു കൂട്ടമേ ഇതിനകത്ത് നിൽക്കുന്നുള്ളൂ. അതിനകത്ത് തന്നെ വളരെ ചെറിയൊരു കൂട്ടമേ നിത്യത അവകാശപ്പെടുന്നുള്ളൂ, പ്രതിഫലം അവകാശപ്പെടുന്നുള്ളൂ. ആ അജഗണമേ ഭയപ്പെടേണ്ടെന്നാണ് കർത്താവ് പറഞ്ഞത്. അല്ലാതെ ഇവൻ ഈ കറവ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ കോലാട്ടിൻ കൂട്ടത്തിനെ ഉദ്ദേശിച്ചല്ല കർത്താവ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തു കാൽവരി കുരിശിൽ നമ്മുടെ പാപത്തെയും രോഗത്തെയും ശാപത്തെയും ദാരിദ്ര്യത്തെയും കഷ്ടതയും എല്ലാം വഹിച്ചു എന്ന് ദൈവവചനം പറഞ്ഞാൽ അത് അക്ഷരികമായി മനസ്സിലാകുന്ന കാലം തൊട്ട് നമുക്കിത് അനുഗ്രഹമായിട്ട് വരും. കള്ളന്മാരെ ചുമക്കാൻ പോയി കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് ശാപമായിട്ട് വരും. കള്ളന്മാരെ ചുമക്കുന്നവർക്കെല്ലാം ഇത് ശാപമായിട്ട് തന്നെ വരും.
ഒരു മാറ്റവും വേണ്ട, ഞാൻ തീർത്തു പറയുന്നു. അതുകൊണ്ട് തന്നെ അറിഞ്ഞും അറിയാതെയും കള്ളന്മാർക്ക് തീറ്റയും കാശും കൊടുക്കുന്നവർ വളരെ ശ്രദ്ധിച്ചോ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ പണി മേടിക്കുക. പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി, വചനത്തിനായി, സാഹചര്യത്തിനായി ഒക്കെയും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ജനത്തിൻ്റെ എല്ലാം കണ്ണ് തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ ബരോവ്യക്കാരെ പോലെ വീട്ടിൽ വന്ന് അന്നന്ന് കേട്ട വചനങ്ങൾ വളരെ ശ്രദ്ധയോടെ വചനം വെച്ച് നോക്കുകയും അതിന് വിരുദ്ധമാണ് കാര്യങ്ങളെങ്കിൽ ഇത് ദൈവവുമായി ഇതിന് ബന്ധമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുവാൻ ദൈവം അവർക്ക് ബലം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കള്ളന്മാരുടെ നഗ്നത വെളിപ്പെടുത്തണമേ കർത്താവെ. ജനം അവരെ ഓടിച്ചിട്ടടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ നാണയങ്ങളും ഈ നാട് വിട്ടു പോകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വലിയ ശക്തി ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ജനത്തിന് വെളിവ് കൊടുക്കണമേ കർത്താവെ, ബോധം കൊടുക്കണമേ. ജനം തന്നെ തിരിച്ചറിഞ്ഞ് സകല മേഖലയിലും സൗഖ്യം പ്രാപിപ്പാൻ ദൈവം അവരെ ഇടയാക്കണമേ. പരിശുദ്ധാത്മാവിനാൽ അവരെ നിറയ്ക്കണമേ. ദുരാത്മശക്തികൾ വിട്ടുപോകണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.